അപ്പോൾ നമ്മൾ ഇന്ന് തേനീച്ചക്കൂട് ഒഴിവാക്കാൻ വന്നത് നമ്മുടെ സുഹാസ്കൻ്റെ വീട്ടിലാണ്. നമ്മളെ ബോസാണ്. ബോസിൻ്റെ വീട്ടിലെ അടുക്കളൻ്റെ ഭാഗത്തായിരുന്നു തേനീച്ച ഉണ്ടായിരുന്നത്. അത് ഏത് തരം തേനീച്ചയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സാധാരണ തേനീച്ച തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തു. തേനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കൂടൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കി റാണിയെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് വേറെ ഒരു കൂട്ടിലേക്ക് മാറ്റാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോസിൻ്റെ സുഹാസ്കൻ്റെ ഉപ്പയും ഉമ്മയുമാണ്. അപ്പോൾ ഇവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്, തേൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഈ കൂടെ ഒഴിവാക്കി. അതെ അതെ. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് നിങ്ങൾ വാപ്പനെ അറിയുന്ന ആൾക്കാരാണ്, ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. സ്ഥിരം അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ട് ശ്വാസമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകല് ഇത് തന്നെയാണ്. ഇത് ഭയങ്കര താല്പര്യം, ഈ തേന് ഭയങ്കര താല്പര്യം. അപ്പൊ വേറൊരു തേനിന് ഇത്ര ഒരു ടേസ്റ്റ് കിട്ടിയില്ല. അത് ശർക്കരന്റെ അല്ലെങ്കിൽ ചുവയൊക്കെ ഉണ്ടാവും. വിശ്വസിക്കാൻ പറ്റിയ നല്ലൊരു തേനാണ്. ഞങ്ങൾ വാങ്ങലതാണ്. ഞങ്ങളത് തീരെയല്ല വീട്ടിലിത്. ഇവര് തീരുന്നതിനനുസരിച്ച് ആദ്യം വാപ്പന്റെ അടുത്ത് നിന്ന് വാങ്ങല്. സ്ഥിരം കസ്റ്റമറാണ്. ഈ അടുത്താണ് ഞാൻ സ്വാസ്കായി ബന്ധപ്പെട്ടതിന്റെ ശേഷമാണ് എനിക്ക് ഇവരെ മനസ്സിലായത് ശരിക്കും നമ്മളെ കസ്റ്റമർ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ തേനീച്ചൊക്കെ കൂടി കണ്ടപ്പോൾ നമ്മളെ സംജിത് സാറാണ് വിളിച്ചത്, സ്വാസ്കൻ്റെ അനിയൻ. അപ്പോൾ നമ്മളെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. താത്തക്ക് ഈ തേനീച്ചൻ്റെ അട പിടിക്കാനും തേനീച്ചനെ പിടിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ട് ഈ തേനീച്ചക്കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നേരത്തെ. പക്ഷെ എന്നാലും ധൈര്യത്തിൽ നമ്മളോട് കൂടെ കോപ്പറേറ്റീവ് ചെയ്തിട്ട് നിന്നുണ്ട്. എങ്ങനെയുണ്ട് ഇനി ആ ഒരു പരിചയം? എക്സ്പീരിയൻസ് തന്നെ, നല്ലൊരു അനുഭവം. കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടി. ഒന്നും ആവൂലെന്ന് ഈ പറഞ്ഞ നമ്മൾ ധൈര്യത്തിൽ പതുക്കെ നമുക്ക് എത്രത്തോളം ക്ഷമയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. കുട്ടികൾക്കൊക്കെ പേടിയാ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാ. അതുകൊണ്ടാണ് എന്നെ വിളിച്ചു വരുത്തി ചെയ്തോക്കെ. അപ്പൊ അതിനോടൊക്കെ എല്ലാത്തിനും ധൈര്യമായി, സാധനമായിട്ട് മാറിയും കിട്ടി. പിന്നെ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ഒരു മിറക്കിൾ ഫ്രൂട്ടും അതേപോലെ മാങ്ങയൊക്കെ തന്ന് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്. അതേപോലെ നാരങ്ങയൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും റംബൂട്ടാൻ്റെ മാവിൻ്റെ ഒക്കെ തൈകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തേനാണ് നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയില്ലേ? തേൻ ഒരു പുളിയുള്ള ഒരു